യേശുവെ സ്തുതി, യേശുവെ നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഒത്തിരി കോടാനുകോടി നന്ദി. എനിക്ക് കിട്ടിയ ഈ സാക്ഷ്യത്തെപ്പറ്റി പറയാനാണ് ഞാനിവിടെ വന്നത്. എൻ്റെ പേര് ആലീസ് മാത്യു. ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. എനിക്ക് രണ്ട് മക്കൾക്കും വിവാഹശേഷം കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. മോന് 5 വർഷമായിട്ടും മോൾക്ക് 3 വർഷമായിട്ടും രണ്ടുപേരും ഡോക്ടറൊക്കെ കണ്ടെങ്കിലും അവർക്ക് പ്രത്യേക കുഴപ്പങ്ങളൊന്നുമില്ല. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിക്കോളൂ എന്ന് പറയും, നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചാൽ മതിയെന്ന്. പക്ഷേ അവർ 5 വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മെയ് 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഈ നിയോഗങ്ങൾ വെച്ച്. കൂടാതെ എൻ്റെ ഹസ്ബൻഡ് കണ്ടമാനം മദ്യപിക്കുമായിരുന്നു. മദ്യപിച്ച് ഭക്ഷണം പോലും കഴിക്കാതെ അങ്ങനെ വീട്ടിൽ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ മദ്യപാനം മാറാനായിട്ടും ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചു. പിന്നെ എൻ്റെ സഹോദര കുടുംബത്തിലുള്ളവർക്കും അസുഖങ്ങളും, എൻ്റെ നാത്തുവിന് ഗൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടായി, ഓപ്പറേഷന് വേണ്ടി വന്നു. അപ്പോൾ അവൾക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടായി. ഡോക്ടർ പറയുന്നു ഓപ്പറേഷനൊക്കെ ഒത്തിരി റിസ്ക്കാണ്. അപ്പം ഞാൻ അവളെയൊക്കെ നിയോഗത്തിൽ സമർപ്പിച്ച് ഞാൻ ഉടമ്പടി എടുത്തു. പിന്നെ എൻ്റെ മരുമകൾക്കും കുഞ്ഞുങ്ങളില്ലായിരുന്നപ്പോൾ അവൾ ഒരു ദിവസം ഇവിടെ ലീവിന് വന്നു. അവർ ഡൽഹിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ ലീവിന് വന്നപ്പോൾ ഞാൻ അവളോടും ഈ കാര്യം പറഞ്ഞപ്പോൾ അവൾക്കും ഇഷ്ടമായി. ഞാൻ കൃപാസനത്തിൽ വന്ന് മമ്മി മാതാവിൻ്റെ ഉടമ്പടി എടുത്തോളാമെന്ന്. അപ്പോൾ അവളും വന്ന് ഉടമ്പടി എടുത്തു. ഇവിടുന്ന് പോയതിന് ശേഷം ആദ്യമേ മോൾക്കാണ് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായത് ഡിസംബറിൽ 2022. പിന്നെ അത് കേട്ടപ്പോഴത്തേക്കും മരുമകൾക്കും ഭയങ്കര ഇത്, മാതാവിനോട് എനിക്കും പ്രാർത്ഥിച്ച് എനിക്കും കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവളും തീഷ്ണതയോടെ പ്രാർത്ഥിക്കാനും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പിന്നെ തൈലമൊക്കെ വയറ്റത്ത് പുരട്ടി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. ഇപ്പോൾ ഡോക്ടറെ പോയി കണ്ട്, ഇപ്പോൾ ഡോക്ടർ അന്നേരവും പറയണം കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചാൽ മതി. എന്താണേലും ഫെബ്രുവരി മാസത്തിൽ അവളും പ്രഗ്നൻ്റായി. അങ്ങനെ 2 പേർക്കും അനുഗ്രഹങ്ങൾ കിട്ടി. കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇവൾ ജൂണിൽ ലീവിന് നാട്ടിൽ വന്നത്. ഇപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും അവൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. 15 ദിവസത്തെ ലീവിന് ശേഷം തിരിച്ചു ചെന്ന് 5 മാസം പൂർത്തിയാകുമ്പോൾ ഒരു സ്കാനിങ് ടെസ്റ്റ് ഉണ്ട് റൊട്ടീനുള്ള. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇവർ കോളേജിൽ നിന്നും തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം വൈകിട്ട് 8 മണിക്കാണ് അവർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് ഡോക്ടർ പറയണത് മോളുടെ യൂട്രസ് കംപ്ലീറ്റ് ഓപ്പണായി, ഈ കുഞ്ഞ് പോകും, കിട്ടത്തില്ല എന്ന്. അത് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. 5 മാസമായ കുഞ്ഞ്, മാതാവ് ഒരു കുഴപ്പവും ഇല്ലാതെ ഇതുവരെ കഴിഞ്ഞുകൂടി, ഇപ്പം എന്താ ഇങ്ങനെ വന്നേ? ഇപ്പോൾ ഇവർക്ക് ഭയങ്കര ഷോക്കായി, എന്താ ചെയ്യണേ എന്ന്. അപ്പം സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ കൺസൾട്ട് ചെയ്യുക, എത്രയും വേഗം അഡ്മിറ്റ് ആയിക്കോളാൻ. ഇപ്പം മോൻ എന്നെ രാത്രി 11 മണിക്കാണ് എന്നെ വിളിച്ച് പറയുന്നത്. അപ്പം ഞങ്ങളും ഭയങ്കര എന്താ ചെയ്യേണ്ടതെന്നറിയാതെ വിഷമത്തിലായി. എന്തോ വന്നാലും പിന്നെ ഞാൻ മാതാവിനോട് അപേക്ഷിച്ച് ഞാൻ മോനോട് പറഞ്ഞു, നീ എന്തായാലും ഒന്നുകൊണ്ടും പേടിക്കണ്ട, അമ്മ മാതാവ് തന്ന കുഞ്ഞല്ലേ, അമ്മ തന്നെ ഇതിനെ കാത്തുകൊള്ളോളും. നീ രാവിലെ അവളെ അതുപോലെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവർ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ പിറ്റേ ദിവസം റൗണ്ടിന് വരും. അപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി ഡോക്ടർ വരുമ്പോൾ അവർക്ക് ഡിസിഷൻ അറിയിക്കണം, ഞാൻ എന്ത് പറയും? ഞാൻ പറഞ്ഞു, എന്തുവാണേലും നീ ഇപ്പോൾ ഒന്നും പറയണ്ട, അവരോട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യട്ടെ. ഞാൻ പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കൃപാസനത്തിലേക്ക് ഓടി. ഇവിടെ വന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഈ കുഞ്ഞിനെ അമ്മ തന്ന കുഞ്ഞല്ലേ, അമ്മ ഇതിനെ കളയരുതേ, എനിക്ക് തരണം എന്നും പറഞ്ഞു. അമ്മ തന്നെ തടയിടണം, എന്ത് വന്നാലും വേണ്ടിയില്ല, എനിക്ക് ഈ കുഞ്ഞിനെ വേണം. അങ്ങനെ ഞങ്ങളെല്ലാവരും കുടുംബത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ വന്നപ്പം ജോസഫച്ചനെ കാണാനാണ് ഞാൻ വന്നത്. പക്ഷേ അച്ഛൻ അന്നില്ലായിരുന്നു, വ്യാഴാഴ്ച ദിവസമായിരുന്നു. പിന്നെ ഞാൻ വേറെ ഇവിടെയുള്ളൊരു ജൂനിയർ അച്ഛനെ കണ്ട്. അപ്പം എൻ്റെ മൊബൈലിലേക്ക് ഇവർ സ്കാൻ ചെയ്ത് റിപ്പോർട്ട് ഇട്ടിരുന്നു. അത് ഞാൻ അച്ഛനെ കാണിച്ചു. അച്ഛൻ അത് വെച്ച് പ്രാർത്ഥിച്ചു. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഈ കുഞ്ഞിനെ കിട്ടുക തന്നെ ചെയ്യും, അമ്മ മാതാവിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ നിത്യാരാധന ചാപ്പലിലിരുന്ന് കുറേ നേരം കണ്ണുനീരൊഴുക്കി ഈ മൊബൈലിൽ എടുത്ത് വെച്ച് അമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്കൊരു ധൈര്യം വന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നാണ് ഈ വചനം വരുന്നത്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനവും, നിൻ്റെ വലതുകരം ഞാൻ പിടിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ടെന്ന്. പിന്നെ എനിക്കൊരു ധൈര്യം കിട്ടി. ഞാൻ ഇവിടെ പുറത്തിറങ്ങി മോനെ വിളിച്ചു. ഡോക്ടർ വരുമ്പോൾ എന്നെക്കൊണ്ട് സംസാരിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഡോക്ടർ വന്നപ്പം പറഞ്ഞ് നിങ്ങളുടെ ഡിസിഷൻ എന്നാന്ന് അറിയിക്കണം. അപ്പം മോൻ പറഞ്ഞു, മമ്മി എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല അബോർട്ട് ചെയ്യാനായിട്ട്.
അപ്പം അതിനു മുമ്പ് എൻ്റെ മോള് അവളെ ട്രീറ്റ് ചെയ്ത ഡോക്ടറോടും ഞാൻ ജോലി ചെയ്തിരുന്നിടത്ത ഡോക്ടർമാരോടൊക്കെ ഞങ്ങൾ ഒപ്പീനിയൻ ചോദിച്ചപ്പോൾ അവർ ഈ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു, ഇത് ഒരു കാരണവശാലും കിട്ടത്തില്ല, അമ്മയോടും കുഞ്ഞിനോടും ചെയ്യുന്ന ഒരു ടോർച്ചറായിരിക്കും, ഇത് അബോർട്ട് ചെയ്യാതിരിക്കും നല്ലത്, അടുത്ത പ്രാവശ്യം ഇനി ഉണ്ടാകുമല്ലോ, അപ്പം നോക്കാം, സ്റ്റാർട്ടിങ് തൊട്ടേ നമുക്ക് കരുതലോടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ പിന്നെ മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ നമ്മളായിട്ട് ഇത് അബോർട്ട് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇത് കിട്ടുമെന്ന്. ഡോക്ടർ ബാക്കി എന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഇത് ദൈവം അഥവാ എടുക്കാനാണെങ്കിൽ ദൈവം തന്നെ എടുത്തോട്ടെ, നമ്മളായിട്ട് ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോക്കോ, ഇതുപോലെ തന്നെ വീട്ടിൽ കംപ്ലീറ്റ് റെസ്റ്റ് ആയിട്ടിരിക്കണം. അവളെ ആംബുലൻസ് വീട്ടിൽ കൊണ്ടുവന്ന് കട്ടിലേൽ ഈ 9 മാസം ഉണ്ടാകുന്നിടം വരെ അവൾ കട്ടിലേ തന്നെയായിരുന്നു, ബെഡ് റെസ്റ്റ് ആയിട്ട്, അനങ്ങാൻ പോലും മേല, എല്ലാ കാര്യങ്ങളും ബെഡിൽ തന്നെ. അപ്പോൾ ഇടയ്ക്കൊക്കെ അവൾക്ക് കയ്യും കാലും തരിക്കുകയും കൈക്കൊക്കെ മരവിപ്പൊക്കെ വരികയും, അപ്പോൾ ഇവൾക്ക് കിട്ടിയ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ വയറ്റത്ത് പുരട്ടുകയും ഉപ്പ് കൊണ്ട് വെള്ളം കുടിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അമ്മയോട് പറയും, കുഞ്ഞിന് അനക്കമില്ല, മൂവ്മെൻ്റ് ഇല്ലല്ലോ എന്ന്. അപ്പോൾ ഉടനെ അമ്മ തൈലം എടുത്ത് കൊടുക്കും, വയറ്റത്ത് പുരട്ടി ഇവർ പ്രാർത്ഥിക്കും, കൊന്ത ചെല്ലും. ഉടനെ അവൾക്ക് കുഞ്ഞ് വയറ്റിൽ മൂവ്മെൻ്റ് ഉണ്ടാകും. അപ്പോൾ അവൾക്ക് കൂടുതൽ വിശ്വാസമായി. അപ്പോൾ അവൾ പറഞ്ഞ്, എന്ത് ത്യാഗം വേണേലും ഞാൻ സഹിച്ചോളാം, അമ്മ മാതാവ് കൂടെ നിന്നാൽ മതി. അങ്ങനെ ഇവർക്ക് ആ 9 മാസം, ഇപ്പോൾ 7-ാം മാസത്തിൽ ഇവരെ ചെക്കപ്പിന് ഡോക്ടർ പറഞ്ഞ് സ്കാനിങ് ചെയ്തിട്ട് റിപ്പോർട്ട് മേടിച്ചപ്പോൾ ഡോക്ടർക്ക് തന്നെ അതിശയായിപ്പോയി. ഈ 5 മാസമായ കുഞ്ഞ് ഞങ്ങൾക്ക് 8 ദിവസം പോലും കിട്ടുമോ, അതിനകം പോകുമല്ലോ എന്നോർത്ത് ഞങ്ങൾ ഇരുന്ന കുഞ്ഞിന് 7 മാസമായിട്ടും ഇതുവരെ ഒരു കുഴപ്പമില്ല. അപ്പം നിനക്ക് വിശ്വാസമുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കാൻ ഡോക്ടറും ധൈര്യം പകർന്നു കൊടുത്തു. എന്തുവാണെങ്കിലും 9 മാസത്തിൽ 2 ആഴ്ച കഴിഞ്ഞപ്പം പിന്നെ യൂട്രസ് പിന്നെയും തുറന്ന്, അപ്പോൾ കുഞ്ഞിനെ ഇനി വച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് സിസേറിയൻ ആരെങ്കിലും പറഞ്ഞെങ്കിലും ഇവൾക്ക് പ്രാർത്ഥനയുടെ ശക്തിയിലും മാതാവിൻ്റെ അനുഗ്രഹത്താലും കാശുരൂപമൊക്കെ ഇവൾ കൈ കൊണ്ടുപോകുമായിരുന്നു. തൈലം എപ്പോഴും കൂടെ വെക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. കാരണം മോളെ ഞങ്ങളിങ്ങോട്ട് പ്രസവത്തിന് കൊണ്ടുവന്നിരുന്നു. അപ്പം മോൾക്കും സിസേറിയൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അവളുടെ ശുശ്രൂഷ കാരണം എനിക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഇവളുടെ മമ്മി ഒക്കെ കൂടെ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടെങ്കിലും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നോർമൽ ഡെലിവറി ഉണ്ടായി. കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ സ്വല്പം വെയിറ്റ് ലോസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ലാതെ കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞാണ് ഈ കുഞ്ഞ് മോളും. 2 പേർക്കും ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി അമ്മയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി. എൻ്റെ അമ്മ മാതാവില്ലായിരുന്നു ഈ കുഞ്ഞങ്ങ് കിട്ടുമായിരുന്നെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനത്തിനായിട്ട് ഞങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടാക്കുമായിരുന്നു. നിർബന്ധിച്ച് എല്ലാവരോടും കൂടി പിടിച്ചുകൊണ്ട് പോകും. അവിടെ 18 വയസ്സിൽ തുടങ്ങിയതാണ് മദ്യപാനം. 18ാമത്തെ വയസ്സിലും പട്ടാളത്തിൽ ചേർന്ന് അവിടെ പിന്നെ മദ്യം കിട്ടുമല്ലോ. അപ്പം കുറേശ്ശെ കുടിച്ച് പതിയെ അത് കൂടുതലായി പിന്നെ പുള്ളിയല്ല മദ്യം കുടിക്കണം, മദ്യമാ പുള്ളിയെ കുടിക്കണേന്ന് തോന്നും. അതുപോലെയായിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കത്തില്ല. വീട്ടിലെ വഴക്കും ബഹളവും സംശയങ്ങളും അങ്ങനെയൊക്കെ. ഞങ്ങൾക്കൊരു നരക ജീവിതം പോലെ ആയിപ്പോയായിരുന്നു ആ സമയമൊക്കെ. അപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോഴായിരുന്നു ഞങ്ങൾ അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടാക്കുന്നത്. അപ്പോൾ വരത്തില്ല, നിർബന്ധിച്ച് കൊണ്ടാക്കണം. അവിടെ 3 മാസം കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ അത് 10 മടങ്ങ് വൈരാഗ്യവും വിദ്വേഷവുമായി കൊല്ലാനുള്ള വാശിയോടെ ആയിരിക്കും വരുന്നത്. വീണ്ടും കുടിക്കും. അങ്ങനെ മടുത്ത് ഞങ്ങൾ കൊണ്ടാക്കി മടുത്ത് അവസാനം ഞാൻ മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചത്, പുള്ളി കാണാതെ ഉപ്പൊക്കെ ഇട്ട് കഞ്ഞിക്കകത്തും നാരങ്ങ വെള്ളത്തിലൊക്കെ ഉപ്പിട്ട് കൊടുക്കുകയും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം തൈലം എല്ലാവരുടെയും നെറ്റി പറ്റുന്ന പോലെ പുള്ളിയുടെ നെറ്റിയിലും പരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എന്തുവാണെന്നാൽ ഈ കഴിഞ്ഞ 22 ജൂലൈ തൊട്ട് മദ്യപാനം കംപ്ലീറ്റ് നിർത്തി. അമ്മ മാതാവിനും ഈശോയ്ക്ക് ഒത്തിരി നന്ദി. ഇപ്പോൾ കുടുംബത്തെ സമാധാനവും സന്തോഷവും. ഇപ്പോൾ പുള്ളിയും ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്കിരിക്കും. മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും വെളുപ്പിനെയുള്ള പ്രാർത്ഥന ചെല്ലുമ്പോഴും എൻ്റെ കൂടെ വന്ന് നിൽക്കുകയും പ്രാർത്ഥിക്കുകയും എന്നും പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ വീട്ടിൽ വരുന്നവരോടൊക്കെ പറയും, മാതാവിൻ്റെയോട് ഭക്തിയോട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ കിട്ടിയത്, എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് എന്നൊക്കെ. പുള്ളിക്ക് വിശ്വാസത്തോടുകൂടെ വന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പം സമാധാനമുണ്ടായി. പിന്നെ എൻ്റെ ആങ്ങളുടെ വൈഫിൻ്റെ ഓപ്പറേഷനൊക്കെ സക്സസ്സായി. ഒരു കുഴപ്പവും കൂടാതെ ഒരു ഓപ്പറേഷൻ ചെയ്തു തീർന്നു. ഞങ്ങൾക്കങ്ങനെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നുകൊണ്ടായിരിക്കുന്നു. പിന്നെ മോള് മെട്രോയിൽ പോകുമ്പോഴും ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ അവൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര റഷായിരുന്നു. ഡൽഹിയിലുള്ള മെട്രോയുടെ
ജേർണിയല്ലേ. അപ്പം അവൾ അന്നേരവും ഈ തൈലം ഉടമ്പടി തൈലമൊക്കെ കൈ വെച്ചുകൊണ്ട് കാശുരൂപമൊക്കെ കൈ വെച്ചുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ അവളും കൊണ്ടുപോയി പത്രം അവിടെ കോളേജിലും പോകുന്ന വഴിക്കൊക്കെ കൊണ്ട് എല്ലാവർക്കും വിതരണം ചെയ്തു അവളും പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞാൻ എനിക്ക് കിട്ടുന്ന പത്രം മെഡിക്കൽ കോളേജ്, ഹോസ്പിറ്റൽ, ടെമ്പോ സ്റ്റാൻഡ്, പോകുന്ന വഴികളിൽ ഹൈന്ദവരുടെയൊക്കെ വീടുകളിൽ ഒക്കെ കൊണ്ട് കൊടുത്ത് വിതരണം ചെയ്യുമായിരുന്നു. ഇടയ്ക്ക് വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. പിന്നെ നവജീവനിൽ തോമസ് ചേട്ടൻ്റെ നവജീവനിലൊക്കെ എന്നെ കഴിയാവുന്ന പോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി ഞങ്ങൾ സഹായിക്കും, സാമ്പത്തികമായിട്ടും അല്ലാതെ അവിടെയുള്ള രോഗികൾക്ക് വേണ്ടിയിട്ടും. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള മാൻമട്ടത്തുള്ള ആശാഭവൻ എന്ന് പറയുന്നത് മന്ദബുദ്ധിക്കുള്ള പിള്ളേരെയും സ്ത്രീകളെയും ഒക്കെ അവർ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ പോവുകയും അവരോട് കൂടെ കുറച്ച് സമയം ചെലവഴിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങളെ കഴിയാവുന്ന പോലെ പാവപ്പെട്ടവരാണെങ്കിലും രോഗികളായിട്ടുള്ളവർക്കും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്തവരോട് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ വീടിന് അയൽപ്പക്കത്തുള്ള കുറേ ആൾക്കാർ ഹൈന്ദവരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും അവർക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കണേ. അവരുടെ വിശ്വാസത്തെ വർദ്ധിക്കാനും അവർ ചെയ്ത ഉടമ്പടി അവർക്ക് സാക്ഷ്യപ്പെടുത്താനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണേ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും. വിശുദ്ധ ഗ്രന്ഥത്തിൽ മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം തിരുവചനമാണ്. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് മക്കളെ ദൈവം പ്രദാനം ചെയ്യുന്ന രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇന്ന് നാം കേൾക്കുന്നത്. അങ്ങനെ എന്തൊക്കെയായിരുന്നു കോംപ്ലിക്കേഷൻസ് എന്നും പിന്നീട് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ലഭിച്ചത്, അതിനിടയിൽ എത്രമാത്രം റിസ്ക് ഉണ്ടായിരുന്നു, എങ്ങനെ അതെല്ലാം തരണം ചെയ്യുവാനായിട്ട് ഉടമ്പടി എങ്ങനെ സഹായിച്ചു, ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഗർഭാവസ്ഥയിലൊക്കെ ആയിരിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് കുഞ്ഞുങ്ങളെ ലഭിച്ചതെന്നാണ് നാം സാക്ഷ്യത്തിലൂടെ കേട്ടത്. വീണ്ടും തൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യപാനവും കുടുംബത്തിലാകെ അസ്വസ്ഥത വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് എങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. മറ്റ് പല ചികിത്സകൾക്കും പോയിട്ടും ഒന്നും മാറാത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മെ മൊത്തമായി നമ്മുടെ കുടുംബത്തെയും നമ്മെയും ദൈവത്തിന് ഏൽപ്പിക്കുകയാണ്. നമ്മൾ ഉടമ്പടി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഉടമസ്ഥതയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ്. പിന്നീട് തമ്പുരാനാണ് അവിടെ എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഇന്നാകെ എല്ലാം കൊണ്ടും ദൈവം തങ്ങളുടെ വീട്ടിൽ വിരുന്ന് വന്നിരിക്കുന്ന അനുഭവമാണ് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയുമ്പോൾ ഓരോ മക്കൾക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ കുടുംബത്തിലും ഇടയാകട്ടെ. നാം ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിച്ച് വിശ്വസ്തരും സത്യസന്ധരുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഈശോയെ മഹത്വപ്പെടുത്തുവാൻ നമുക്കും സാധിക്കും. അതിൻ്റെ സമയം വിദൂരത്തല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്കും സാക്ഷ്യം പറയുന്നവരാകണം. കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.